ട്രേഡേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി സൺഡേ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അപ്കമിങ് ഇവന്റ്സ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ന്യൂസ് എന്തൊക്കെ, അതുപോലെ ഏതൊക്കെ കമ്പനിയാണ് ഏർണിംഗ്സ് റിപ്പോർട്ട് അനൗൺസ് ചെയ്യുന്നത്, FIs ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എത്രയാണ് പൊസിഷൻ വെച്ചിരിക്കുന്നത്, പിന്നെ ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റി അതായത് ഒരു നല്ല റാലി ഉണ്ടായിരുന്നു, 600 പോയിന്റ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നിഫ്റ്റി ലാസ്റ്റ് 5 സെക്ഷനിൽ നല്ല ഒരു റാലി വന്നിരിക്കുന്നു. അപ്പോൾ അതായത് ലാസ്റ്റ് പ്രീവിയസ് വീക്ക് ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 1 മന്ത് ലോയിന് ബ്രേക്ക് ചെയ്തിരുന്നു, അതായത് 23,640. അതേസമയം ഈ ഒരു വീക്കിൽ 24,450 വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രീവിയസ് മന്ത് ലോയ്ക്കും ഇപ്പോൾ ഉള്ള ആ ഒരു ഫ്രൈഡേ ക്ലോസ് നിങ്ങൾ നോക്കിയാൽ ഏകദേശം 800 പോയിന്റ്സ് ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാലി സസ്റ്റെയിൻ ആകുമോ അല്ലെങ്കിൽ കണ്ടിന്യൂ ആകുമോ, എന്തൊക്കെ പോസിറ്റീവ് ന്യൂസ് ഉണ്ട്, നെഗറ്റീവ് ന്യൂസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ 12 മാസങ്ങളിൽ അതായത് 37% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള 9 ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ, അതായത് 40 അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത്. അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് ഉള്ള ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി സ്റ്റോക്കിന്റെ വാലുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ 4 കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജൂലൈ ലാസ്റ്റ് വീക്ക് എന്തായി നോക്കാം. അപ്പോൾ അതിൽ ഏതൊക്കെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് ന്യൂസ് എങ്ങനെയാണ് അത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പോൾ യൂഷ്വലി ലാസ്റ്റ് പ്രീവിയസ് വീക്കിൽ നോക്കിയാൽ നെഗറ്റീവ് ന്യൂസ് കൂടുതലും പോസിറ്റീവ് ന്യൂസ് വളരെ കുറവുമായിരുന്നു. പ്രീവിയസ് വീക്ക് അപ്പോൾ ഈ കഴിഞ്ഞ വീക്കല്ല, അതിന് മുന്നത്തെ വീക്ക്. അപ്പോൾ ഈ കഴിഞ്ഞ വീക്കിൽ അങ്ങനെയല്ല, കഴിഞ്ഞ വീക്കിൽ പോസിറ്റീവ് ന്യൂസ് കൂടുതലും നെഗറ്റീവ് ന്യൂസ് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ പോസിറ്റീവ് ന്യൂസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ IIP ഡേറ്റ വന്നിരിക്കുകയാണ്. നല്ലൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള IIP ഡേറ്റ വന്നിരിക്കുന്നു. പിന്നെ FIs വീണ്ടും ബൈയിങ്ങിൽ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് വീക്ക് മാത്രം 5,000 crores ബൈയിങ്ങിൽ വന്നിരിക്കുന്നു. അതും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ കോസ്പി ഇൻഡെക്സ്, അതായത് സൗത്ത് കൊറിയയുടെ കോസ്പി ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിൽ നിന്ന് 35% നിയർലി ഡൗൺ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. കാരണം ജാപ്പനീസ് മാർക്കറ്റിൽ ഒരു സിവിയർ സെല്ലിംഗ് പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ആണ് ഇപ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് ഉള്ളത്. അതുകൊണ്ടാണ് FIs ഇന്ത്യൻ മാർക്കറ്റിൽ പമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ബൈ ചെയ്യും എന്നുള്ള ഒരു ന്യൂസ് ഒക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വരുന്നുണ്ട്. സൗത്ത് കൊറിയയുടെ കോസ്പി ഇൻഡെക്സ് 100% കയറിയിട്ടാണ് ഇപ്പോൾ 30% ഡൗൺ ആയത്. ബാക്കി എല്ലാ മാർക്കറ്റ് അതായത് അതും ഓൾമോസ്റ്റ് ഹൈയിൽ പോയിട്ടാണ് ഇപ്പോൾ ഡൗണിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഇപ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് ഉള്ളത്. പിന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏർണിംഗ്സ് റിപ്പോർട്ട് വന്നിരിക്കുന്നതാണ് മൂന്നാമത്തെ പോസിറ്റീവ് ന്യൂസ്. അതായത് മോട്ടോർ സെക്ടറിൽ ഓട്ടോമൊബൈൽസിൽ മഹീന്ദ്ര, TVS മോട്ടോഴ്സ് ഒക്കെ നല്ല ഏർണിംഗ്സ് റിപ്പോർട്ട്, അതുപോലെ ബജാജ് ഫിനാൻസ് ഇവരൊക്കെ തന്നെ ഏർണിംഗ്സ് റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നന്നായിട്ട് നൽകി. അതുമാത്രമല്ല മാനേജ്മെന്റ് ഗൈഡൻസും ബെറ്റർ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ക്രൂഡ് $100 പെർ ബാരൽ ഇപ്പോൾ അത് $90 ആയിട്ട് വന്നിരിക്കുന്നു. അതായത് $10 ഹൈയിൽ നിന്ന് റെഡ്യൂസ് ആയിരിക്കുന്നു. അതും ഒരു നല്ല ഒരു കാരണം. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണമാണ് ക്രൂഡ് പ്രൈസ് കുറഞ്ഞത്. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസ്. പിന്നെ GST കളക്ട്സ് എത്രയാണെന്ന് വെച്ചാൽ 2,11,000 crore ആണ് GST കളക്ട്സ് ലാസ്റ്റ് മന്ത് മാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോസിറ്റീവ് ന്യൂസ് ആണ് ഉള്ളത്, 5 പോസിറ്റീവ് ന്യൂസ്. ഇനി നെഗറ്റീവ് ന്യൂസിലേക്ക് കിടക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇൻക്രീസ് ആകുന്നു, US ഇറാൻ അതിൻ്റെ ഇൻക്രീസ് ആകുന്നു. ബട്ട് എന്നാലും മാർക്കറ്റിന് അത്ര അത് വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് റുപ്പി അപ്രീഷിയേറ്റ് ആകാതെ ഇരിക്കുന്നതാണ് അടുത്ത ഒരു നെഗറ്റീവ് ന്യൂസ്. അതായത് 95.4 തന്നെ സസ്റ്റെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ US-ന്റെ 10-year ബോണ്ട് yield 4.74 വന്നിരിക്കുകയാണ്. അതും ഒരു നല്ല ഇതല്ല, കാരണം 4.43ക്ക് താഴെ ഉള്ളതാണ് മാർക്കറ്റിൽ നല്ലത്. അപ്പോൾ 4.74 വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ സെൻസസ് 2034 പോയിന്റ്സ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതായത് 2.64% ഇൻക്രീസ് ആയിട്ട് 78,094 വന്ന് സെറ്റിൽ ആയിരിക്കുന്നു. നിഫ്റ്റി അതുപോലെ 616 പോയിന്റ്സ് ഹൈയിൽ ക്ലോസ് ആയിരിക്കുകയാണ്. 2.59% ഇൻക്രീസ് ആയി 24,383 വന്നിട്ട് സെറ്റിൽ ആയിരിക്കുന്നു.
പിന്നെ ബ്രോഡർ ഇൻഡെക്സ് നോക്കിയാൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 2%, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 2.6% ഹൈയിൽ ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പൊ നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ ഏത് സെക്ടർ ആണെന്ന് വെച്ചാൽ IT സെക്ടർ ആണ് നല്ല പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ IT സെക്ടർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിസംബർ 2023 ഇൻക്രീസ് ആയത്. അതിനുശേഷം 2.5 years കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എക്സാക്ട്ലി നല്ല ഒരു ഇൻക്രീസ് വന്നിരിക്കുന്നത്. പിന്നെ മീഡിയ സെക്ടർ 6% ഇൻക്രീസ് ആയിരിക്കുന്നു. ഓട്ടോ ഇൻഡെക്സ് 5.5% ഇൻക്രീസ് ആയിരിക്കുന്നു. ഫാർമ 4% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഹെൽത്ത് കെയറും 3% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. കൺസ്യൂമർ ഡ്യൂറബിൾസ് 2.5 ഹൈയിൽ ക്ലോസ് ആയി 2.5% ഹൈയിൽ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ എന്ന് പറയുമ്പോൾ ഡിഫൻസ് ആൻഡ് എനർജി സെക്ടർ ആണ്. പിന്നെ അതുപോലെ മാർജിൻ ലോവർ ആയിട്ടാണ് ഇവർ ക്ലോസ് ആയിരിക്കുന്നത് എനർജി സെക്ടർ. FIs 6,000 crores ആണ് ബൈ ചെയ്തിരിക്കുന്നത്. എക്സാക്ട്ലി 5,049 crores ആണ് FIs ബൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ DAs 5,387 crores ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ലാസ്റ്റ് വീക്കിൽ മാത്രം 10 lakh crores ആണ് വീക്ക്ലി ബേസിസിൽ വന്നിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവന്റുകൾ അതുപോലെ ഏതൊക്കെ സ്റ്റോക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു, FISന്റെ ഫ്യൂച്ചർ ഇൻഡെക്സ് ഡേറ്റ, ഇതെല്ലാം ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എത്രയാണ് വെച്ചിരിക്കുന്നത് തുടങ്ങിയ എല്ലാ ഡേറ്റയും ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇവന്റുകൾ മൺഡേ ടു ഫ്രൈഡേ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവന്റുകൾ നോക്കാം. അപ്പോൾ മൺഡേ ഓഗസ്റ്റ് 3 7:30 യുഎസിന്റെ ISM സർവീസസ് PMI ഡേറ്റ വരുന്നു. അതുപോലെ ട്യൂസ്ഡേ ഓഗസ്റ്റ് 4 യുഎസ്എയുടെ ജോബ് ഓപ്പണിംഗ് ഡേറ്റ 7:30 മണിക്ക് ഈവനിങ് വരികയാണ്. അതുപോലെ ബുധനാഴ്ച 10 മണിക്ക് ഇന്ത്യയുടെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പ്രീവിയസ് ആയിട്ട് 5.25%, ഇപ്പോൾ ഫോർകാസ്റ്റ് 5.25% തന്നെ. ക്യാഷ് റിസർവ് റേഷ്യോ 3%, ഫോർകാസ്റ്റ് ഉള്ളത് 3% ആണ്. അതുപോലെ 7:30 തന്നെ അന്ന് യുഎസ്എയുടെ ISM സർവീസസ് ഡേറ്റ കൂടി വരുന്നു. വ്യാഴാഴ്ച ഇവന്റുകളൊന്നും ഇല്ല. വെള്ളിയാഴ്ച ഓഗസ്റ്റ് 7 യുഎസ്എയുടെ നോൺ ഫാം പേറോൾസ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ 6 മണിക്ക് വരുന്നു. അപ്പോൾ ഇതാണ് ഇവന്റുകളായിട്ട് നെക്സ്റ്റ് വീക്കിൽ വരുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കിന്റെ ഏർണിംഗ്സ് റിപ്പോർട്ട് തരുന്ന സ്റ്റോക്കുകൾ ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച DLF, എസ്കോട്സ്, SBI ഫണ്ട്, UPL തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്യൂസ്ഡേ ഭാരതി എയർടെൽ, കല്യാൺ ജുവലേഴ്സ്, MCX, ONGC തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ വ്യാഴാഴ്ച ഹീറോ മോട്ടോ കോർപ്പ്, അതുപോലെ ലൂപ്പിൻ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ച SBIN, ടൈറ്റൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ടൈറ്റന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി FIS ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എത്രയാണ് വെച്ചിരിക്കുന്നത് നോക്കിയാൽ 89% ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഇൻഡെക്സ് ഫ്യൂച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം ഷോർട്ട് ഇവർ 92% to 87% ഈ റേഞ്ചിലാണ് നിൽക്കുന്നത്. സോ അതും കുഴപ്പമില്ല. പിന്നെ ക്ലയൻറ്റ് 75% ലോങ്, DIS 76% ലോങ്ങിലും, പ്രൊപ്പറേറ്റർ 50% ലോങ്ങിലുമാണ് ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലുമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുമ്പോൾ 24,800, 25,100. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 24,550. 24,550 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,800, then 25,100. ഈ ഒരു റേഞ്ച് ആണ്. സപ്പോർട്ട് ലെവൽ വരുന്നത് 24,200, then 24,000. ആ ഒരു റേഞ്ച് ആണ് സപ്പോർട്ട് ലെവൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളായിട്ട് ടോപ്പ് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എന്ന് വെച്ചാൽ HDFC ബാങ്ക്. അപ്പോൾ എന്താണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ബേസിക് അറിയാത്തവർക്ക് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ HDFC ബാങ്കിൽ ലക്ഷ്യവില 1025 ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 40 അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 37% വരെ ഉയർച്ച സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് HDFC ലൈഫ് ഇൻഷുറൻസ് ആണ്. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കും നല്ല ഒരു സ്ട്രോങ് ബൈ 749 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഉയർച്ച സാധ്യത 37%, 34 അനലിസ്റ്റുകൾ സ്ട്രോങ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു.
തേർഡ് സ്റ്റോക്ക് വരുന്നത് ICICI Prudential. ഈ ഒരു സ്റ്റോക്കാണ്. സോ 3116 ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്നു. ICICI Prudential Life Insurance Company 515 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 676 ആണ് ടാർഗറ്റ്. റെക്കമെൻഡ് ചെയ്യുന്നു. 31% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ടോപ്പ് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് ആക്സിസ് ബാങ്ക്. സോ ആക്സിസ് ബാങ്ക് 1230 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 1587 ആണ് ടാർഗറ്റ് വരുന്നത്. സ്ട്രോങ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 29% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ്. പല വീഡിയോസിലും പറഞ്ഞ സ്റ്റോക്ക് തന്നെയാണ്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് 1682 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 29% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ വരുന്നത് സ്വിഗ്ഗി 285 rupeesൽ ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് 365 ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ വാല്യുവേഷൻ ഒന്നും കൊള്ളത്തില്ല, ബട്ട് ഇത് ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് വാരി എനർജി. ഇതും ഞാൻ പല വീഡിയോസിൽ പറഞ്ഞ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കും 3387 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാരി എനർജി ഫോക്കസ് ചെയ്യുക. ദെൻ ഭാരത് ഇലക്ട്രോണിക്സ് 388 rupeesൽ ട്രേഡ് ചെയ്യുന്നു. 490 ടാർഗറ്റ് 26% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ONGC ഈ ഒരു സ്റ്റോക്കും നല്ല ഉയരാൻ 305 ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 26% ഉയർച്ച സാധ്യത റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ 9 സ്റ്റോക്കുകളാണ് 9 ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ് ഈ 40 അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 12 മന്ത്സിനുള്ളിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്നുള്ള റെക്കമെൻഡേഷൻ. അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ടെലഗ്രാം ചാനൽ മലയാളം ഷെയറുടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പരാതി വന്നിട്ടുണ്ട് ഡെയിലി ഇടുന്നില്ല എന്നുള്ളത്. അപ്പോൾ സോറി, അത് ഒരു നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ കാരണം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഡെയിലി ടെലഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഇൻട്രാഡേ കോൾസ് ഒക്കെ തന്നെ അതിൽ കിട്ടുന്നതായിരിക്കും. മറക്കാതെ പോയി ടെലഗ്രാം ചാനൽ മലയാളം ഷെയറുടെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.